തീർത്ഥയാത്രയ്ക്കൊപ്പം CPIM പാർട്ടി കോൺഗ്രസ് കാണാനും അവസരം. CPIM നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കൊടകാട് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് തീർത്ഥയാത്ര. ഏപ്രിൽ 4-ന് കൊടകാട് നിന്ന് പുറപ്പെട്ട് ഏപ്രിൽ 7-ന് രാവിലെ തിരിച്ചെത്തുന്ന രീതിയിലാണ് യാത്രയുടെ ക്രമീകരണം. ചീമേനി കൊടക്കാട് ഭാഗങ്ങളിലെ സാധാരണക്കാർക്കായാണ് കൊടക്കാട് സഹകരണ ബാങ്കിൻ്റെ പുതിയ ആശയം. മുൻപും വിനോദയാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും യാത്രയിൽ പാർട്ടി കോൺഗ്രസ് കൂടി ഉൾപ്പെടുത്തുന്നത് ആദ്യം. പഴനിയിലാണ് യാത്ര ആദ്യമെത്തുക. പഴനി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനത്തിന് ശേഷം മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക്, ശേഷം ഉച്ചയോടെ CPIM പാർട്ടി കോൺഗ്രസിലേക്ക്. രണ്ടാമത്തെ ഘട്ടം വന്നതിൽ പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് ഈ പ്രദേശത്തിനകത്തെ സാധാരണക്കാരായ ആളുകൾക്ക് പാർട്ടി കോൺഗ്രസ് കാണണം എന്നാഗ്രഹിക്കുന്ന ആളുകളെ ഒന്ന് പാർട്ടി കോൺഗ്രസിനകത്തേക്ക് പങ്കെടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശവും, അതോടൊപ്പം തന്നെ ബാങ്ക് തുടർന്ന് വരുന്ന ടൂർ പ്രോഗ്രാമിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു പരിപാടി എന്ന നിലയിലാണ് നമ്മളതിനെ കാണുന്നത്. ഈ 2 ദിവസങ്ങളിൽ തന്നെ നമുക്കൊരു 25-30 ആളുകളിലധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഏറെക്കുറെ നമ്മൾ ഉദ്ദേശിക്കുന്ന 47 ആളുകൾ പോകുന്നൊരു ബസ്സാണ്. അതിനപ്പുറത്തേക്ക് ആളുകൾ ഈ 2 ദിവസം കൊണ്ട് ആവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യാത്ര സംബന്ധിച്ചുള്ള പോസ്റ്ററുകൾ പ്രചരിച്ചത് മുതൽ CPIM നേതാക്കൾ തീർത്ഥയാത്ര സംഘടിപ്പിക്കുമോ എന്ന വിമർശനം ഉന്നയിക്കുന്നവരുണ്ട്. എല്ലാം സംസ്കാരത്തിൻ്റെ അടയാളമാണെന്നും വിശ്വാസികൾക്ക് വിശ്വാസമാകാമെന്നും മറുപടി. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് EMI സംവിധാനവുമുണ്ട്. ഇപ്പോൾ വരാൻ താല്പര്യമുള്ള ആളുകൾക്ക് അല്ലെ ഒന്നിച്ച് പൈസ തരാൻ കഴിയുന്നില്ല, നമ്മൾ EMI സൗകര്യം പോലും നമ്മൾ ഏർപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. നമ്മൾ ഇനി അടുത്ത കുറേ പരിപാടികൾ ഇപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും നമുക്ക് ഈ ടൂറുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. രാമേശ്വരം ധനുഷ്കോടി സന്ദർശനത്തിന് ശേഷം ഏപ്രിൽ 7-ന് തിരിച്ചെത്തുന്ന യാത്രയ്ക്കായി ഇതിനകം തന്നെ 30 പേർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. 24 കാസർഗോഡ്.